ഹാപ്പി വിഷു. ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. ഇന്നൊരു കോമഡി ഉണ്ടായേ. നമ്മൾ വിഷു കണി കണ്ടിട്ട് നമ്മൾ അപ്പം നീച്ചിട്ട് നമ്മൾ പല്ലേക്കില്ലല്ലോ, മുഖം കഴുകിയിട്ട് ഞാൻ കണ്ടോ മുഖം കഴുകിയിട്ട് പടക്കവും പൂത്തിരിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പല്ലേച്ച് കുളിക്കുക. പിന്നെ ഞാൻ ഞങ്ങൾ അപ്പുറത്തെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് പടക്കമൊക്കെ പൊട്ടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോഴും പല്ല് വെച്ചിട്ടില്ല. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു. അപ്പോഴേക്കും അമ്മ ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്നേ. അപ്പോൾ ചായ കുടിച്ചപ്പോൾ ഞാൻ ഓർത്തത് പല്ല് വെച്ചിട്ടില്ല എന്നേ. പക്ഷേ പിന്നെ ഞാൻ ഓൾറെഡി കുടിച്ച് കഴിഞ്ഞല്ലോ, തുടങ്ങിയല്ലോ. ഞാൻ പല്ല് വെച്ചില്ല. ഓക്കെ, ചായ കുടിച്ചു. ആദ്യമായിട്ട് ഞാൻ പല്ലേക്കാണ് ചായ കുടിക്കണത്. എന്നിട്ട് കുടിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് അമ്മനോട്, അമ്മ ഞാൻ പല്ല് വെച്ചിട്ടില്ല, പല്ലേക്കാൻ പോട്ടെ എന്നിട്ടോ. എന്നിട്ട് അപ്പോഴാണ് കിങ്ങിണി വിളിക്കണത് അമ്പലത്തേക്ക് പോകാനോ. കിങ്ങിണി ആണെങ്കിൽ ഒക്കെ റെഡി ആയിട്ടിരിക്കുക. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഹറിബറിയിട്ട് പെട്ടെന്ന് കുളിച്ചു, ഡ്രസ്സ് ഇട്ടിരിക്കുക. അപ്പോൾ എന്തൊരു പ്രശ്നം പോലെ, എന്തൊരു കുഴപ്പമുള്ള പോലെ തോന്നിയിട്ട് അപ്പോഴാണ് ഞാൻ പല്ല് വെച്ചിട്ടില്ല. പല്ലേക്കാണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറിപ്പോയിട്ടാണ് വേഗം പോയി പല്ല് വെച്ചത്. ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡിയാവാം. അമ്മ പോയി, കാരണം കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ കഴിഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇന്നലെ എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് കളഞ്ഞിട്ട് വേണം. സ്റ്റോറേജ് ഭയങ്കര കുറേ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നിട്ട് ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി അതൊക്കെ അതിന്ന് കളഞ്ഞിട്ട് വേണം മറ്റന്നാളുള്ള വീഡിയോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അപ്പം കളയണം. അതാണ് പ്രശ്നം. പ്ലസ് ഇത്ര ഇട്ടിട്ടൊന്നും വരുന്നില്ലല്ലോ. പൊട്ടിട്ടിട്ട് ഈ തല നനച്ചോണ്ടേ എന്ത് ചെയ്തിട്ടൊരു ഭംഗി എന്നിട്ട് വരുന്നില്ല. മുടി ഒട്ടിപ്പോയി. ലിപ്സ്റ്റിക്ക് കണ്ടോ? ഇതിന് ബാക്കിയില്ല എടുക്കാം. അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് കുറച്ചു കാലം കാണാണ്ടായിരുന്നു. ഞാൻ ഷെൽഫ് ഒതുക്കി വയ്ക്കുമ്പോഴാണ് ഇതിനെ വീണ്ടും കണ്ടുപിടിച്ചത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ കളഞ്ഞതാണ്. പക്ഷെ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിൽ ഇനിയും ബാക്കിയുണ്ട്. നല്ല ഷെയ്ഡാണ്. കളയട്ടെ. ഞാൻ ഇങ്ങനെ തുടച്ചിട്ടാണ് എൻ്റെ എല്ലാ ഡ്രസ്സിലും ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഇരിക്കുന്നത്. ഇതിൻ്റെ ഡ്രസ്സും കൂടി ഫുൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് വരും. ഉണ്ടാ നല്ല ഷെയ്ഡാ. പണ്ടാരോട് കുരു വന്നോ? ഇല്ല, സൺസ്ക്രീൻ അത്. നല്ല ഷെയ്ഡല്ലേ, ഭയങ്കര ന്യൂഡ് ഷെയ്ഡ്. ഞാൻ ഈ മുടി കെട്ടാനുള്ള സാധനം എടുത്തിട്ട് വരാം. മുടി നനച്ചതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കെട്ടാം. ഈ മുടി നനഞ്ഞിട്ട് ഇങ്ങനെ മീത്ത് തട്ടുമ്പോൾ തരാൻ ദേഷ്യം വരാനുള്ളൊരു കാരണം നനച്ച് കഴിയുമ്പോൾ ശരിക്കും 4 പാല്, ഇവിടെ 2 പാല്, ഇവിടെ 1 പാലോ, 3 പാലുള്ളൂ. ഇതാണ് ഡ്രസ്സ്. കറക്റ്റ് വിഷു വൈബായിൽ കണിക്കൊത്തയാണ് ഈ കാണുന്നത്. ഇത് അമ്മയ്ക്ക് ഓണക്കോടി കിട്ടിയതാണ്. വിഷുവിനായി ഇടാൻ പറ്റുള്ളൂ. അമ്മ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ അപ്പോഴും ആദ്യമായിട്ടാണ്. എനിക്ക് ഈ പ്രിൻ്റെല്ലാം ഇഷ്ടമായി. കണിക്കൊന്ന ഞാൻ ആദ്യം കിങ്ങിണിയൊക്കെ പോയോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കിയിട്ട് അവരൊക്കെ ഓൾറെഡി പോയി. ഞാൻ നോക്കുമ്പോൾ റോട്ടിൽ കൂടി ഒന്നും ആരും ഇല്ല. വിഷുവായിട്ട് അമ്പലത്തിലേക്കൊന്നും ആരും പോകണില്ലേ എന്നൊക്കെ വിചാരിച്ചേ. അമ്പലത്തിൽ എത്തിയതോ ഗുരുവായൂരുള്ള പോലെ ക്യൂ ഒക്കെ നിന്നിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ ഇങ്ങനെ തിരക്ക് കാണുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി തിരിച്ച് പോന്നു. അവിടുന്ന് ഫോട്ടോസ് എടുക്കണമെന്ന് വിചാരിച്ചേന്നേ. പക്ഷെ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് തേങ്ങ ഒന്നും ചെയ്യാൻ പറ്റണില്ല. എന്നിട്ട് ഇന്നലത്തെ കുറേ ക്ലിപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അന്ന് അമ്പലത്തിൽ പോയി വന്നതാണ് ഈ കാണുന്നത്.
ഇന്ന് 5 മണിക്ക് നീച്ചിട്ടാണ് ഞങ്ങൾ കണി കണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ നീച്ചല്ലോ, നേരത്തെ നീക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വിശക്കുമല്ലോ. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ചായ കുടിച്ചു, കടി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചായ ഇങ്ങനെ ഈ ചൂട് സമയത്ത് ഈ ചൂട് ചായ കുടിക്കുമ്പോഴുള്ളൊരു രസം അത് വേറെ. അതേപോലെ തന്നെ എനിക്ക് എരിവുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആകെ എരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതേപോലെ ചൂട് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ ഓരോ എന്താ പറയുക വിയേർഡ് ഒബ്സെഷൻസ് ഉണ്ട്. നമ്മൾ സുന്ദരി പൂച്ചല്ലേ, അത് പ്രസവിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് അതിനെ കുട്ടിയിരിക്കണത്. ഞാൻ അതിനെ കാണാൻ വേണ്ടിയിട്ട് നല്ലോ ഇന്നലെ ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പൂച്ച വാതിലടച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ ഈ പൂച്ച അങ്ങനെ ചുറ്റും കിടന്ന് കരയുണ്ട്. അതിന് ഉള്ളിലേക്ക് കയറണം. ഞങ്ങൾ സുന്ദരപ്പോൾ ഉള്ളിലേക്ക് കയറണം വെച്ചാൽ ഞങ്ങൾ ഉള്ളിലേക്ക് വിട്ടില്ലല്ലോ. പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ കുട്ടീനെ ഇവിടെ. അതിനെ പോയി നോക്കാം. അയ്യോ, ഇതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്. അയ്യോ, എന്തൊരു ചെറുതായി കുട്ടികളെ പോലെ ഉണ്ട്. എന്താ ഞെട്ടുന്നത്. പിന്നെ നമ്മൾ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങളിലേക്കൊക്കെ കടന്നു. ഈ കഷ്ണം മുറിക്കൽ, സാമ്പാറുണ്ടാക്കൽ, അവിയലുണ്ടാക്കൽ അതൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനതിലേക്ക് കിടന്നു. അപ്പോൾ ഞാൻ കുട്ടമാമ അപ്പുറത്തിരുന്നിട്ട് എന്തൊക്കെയോ മുറിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ കൂടി തക്കാളി, അതേപോലെ എന്താ പറയുക മുരിങ്ങാക്കോൽ, വെണ്ടയ്ക്ക, ഇത് സാമ്പാറിന് അവിയലിന് വേണ്ട സാധനങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ ഞാൻ നുറുക്കി കൊടുത്തു. ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താട്ടോ ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഓഫാക്കി വയ്ക്കുമല്ലോ. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതിങ്ങനെ മുറിച്ചിട്ട് എടുക്കണ വീഡിയോ കാണാൻ എനിക്കിഷ്ടമായി. ഇതിലിപ്പോൾ എന്തോ സ്പെഷ്യലായിട്ടൊന്നുമില്ലാന്ന് തോന്നും, പക്ഷെ എന്താവും എനിക്കിഷ്ടമായി. ഈ പണ്ടൊക്കെ വിഷുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. കാരണം വിഷു അല്ലെങ്കിൽ വിഷു, ഓണം ഇങ്ങനത്തെ സ്പെഷ്യൽ ദിവസങ്ങൾക്കൊക്കെ ഒരാഴ്ച മുന്നേ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തുടങ്ങും കേട്ടോ. പക്ഷേ ഈ ഒരു പ്രാവശ്യം അങ്ങനെ, അതായത് ഇപ്പോൾ ഈ ഒരു ദിവസം വിഷു ആണ്, ആ ഒരു ദിവസം എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്, അങ്ങനത്തെ ഫീലിങ്സൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ. എന്താ ഇനിയിപ്പോൾ പ്രായം കൂടി വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, എൻ്റെ കസിന് അവൾക്കാകെ 13 വയസ്സായിട്ടുള്ളൂ. അവളും ഇടയ്ക്ക് പറയും പണ്ടത്തെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല ഇപ്പോൾ എന്ന്. എന്താവും അല്ലേ. പണ്ട് കാലത്തൊക്കെ ഭയങ്കര, അതായത് വിഷു എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം നമ്മൾ എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരിക്കും ആ ഒരു ദിവസം. അത് നമ്മൾ ആ ഒരു വിഷു എന്ന് പറഞ്ഞ സംഭവത്തിന് അങ്ങോട്ട് ഫുൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പോഴും ഹാപ്പിനെസ്സിന് കുറവില്ല, പക്ഷേ ഈ മുന്നേ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അതായത് നാളെ വിഷുവാണ്, അല്ലെങ്കിൽ നാളെ ഓണാണ്, നാളെ തിരുവോണമാണ്, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് കുറഞ്ഞ പോലെ തോന്നും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ സംഭവം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് ആരും കൊണ്ട് തരില്ല. എന്ത് ഹാപ്പിനെസ് നമ്മളിപ്പോൾ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേറൊരാളുണ്ടാവും എന്നുള്ളതൊക്കെ വെറും എന്താ പറയുക പൊട്ടത്തരാണ്. അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമുള്ളത്. നമ്മൾ സന്തോഷിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ചുറ്റുള്ളവർ സന്തോഷമായിട്ടിരുന്നാൽ തന്നെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് മൂടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക ബാക്കിയുള്ള ആൾക്കാരുടെ ഹാപ്പിനെസ് കളയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഹാപ്പിനെസ്സൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടതാണ്. അത് ഇപ്രാവശ്യത്തെ വിഷുവിന് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് വിഷു കൊള്ളാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്തായാലും എനിക്കെന്തോ അങ്ങനെ തോന്നും. അതായത് ഈ ഒരു മുന്നേ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? പിന്നെ ഒരു അത്ഭുതം സംഭവിച്ചു കേട്ടോ. ഞാൻ യൂഷ്വലി വീട്ടിൽ നിന്ന് ഈ ഉള്ളി മുറിക്കാൻ അമ്മായി ടാസ്ക് തരുന്ന സമയത്ത് എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല. കാരണം ഈ കണ്ണിന്ന് അങ്ങോട്ട് വെള്ളം വന്ന അന്നത്തെ ദിവസം ആ കണ്ണിങ്ങനെ ചീർത്ത് ചീങ്കണ്ണികളെ പോലെ ഇരിക്കുക. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു ടാസ്ക് ഒഴിവാക്കാറാണ്. പിന്നെ എന്തായാലും വീഡിയോ എടുക്കുക അല്ലേ വെച്ചിട്ട് ഞാൻ ഉള്ളി മുറിക്കുക. ആ സമയത്ത് എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നില്ല. എന്താവോ ഇനിയിപ്പോൾ നമ്മളത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ണിന്ന് വെള്ളം വരണോന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ആ ഉള്ളിൽ എന്തെങ്കിലും ചെയ്തോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വെള്ളം വന്നില്ല. തുടങ്ങുന്ന സമയത്ത് ഇച്ചിരി നീറി, പിന്നെ വെള്ളമൊന്നും വന്നില്ല. എന്നിട്ട് ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടേ നമ്മൾ നാക്ക് പുറത്തിട്ടിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ളി മുറിക്കുമ്പോൾ വെള്ളം വരില്ല. എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് വീട്ടിൽ നിന്ന് മുറിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ആ സംഭവം ഉണ്ടായില്ല, വെള്ളം വന്നില്ല. ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഞാൻ
ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടു, ലൈക്ക് വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു വിഷുക്കട്ട ഉണ്ടോ അവിടെയെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, വിഷുക്കട്ട എന്തൊക്കെ സംഭവം, ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് അത്, പക്ഷെ ഞാനത് ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. എന്താ നിങ്ങൾക്കറിയോ? ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇത് ഉറങ്ങാനിട്ടല്ല, ഇത് ഉറക്കം കൂടിയിട്ടാണ് തോന്നുന്നത് എനിക്ക് ഡാർക്ക് സർക്കിൾസ്. അങ്ങനെ പച്ചക്കറിക്കൊക്കെ നുറുക്കി കഴിഞ്ഞ ശേഷം അമ്മ അടുത്ത പണി തന്നു. പായസം വെക്കാൻ പാലില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് പായസമല്ല പാല് വാങ്ങി. ഈ റോട്ടിൽ കൂടെ ആണെങ്കിൽ ഈ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതാണെങ്കിൽ ഈ കല്ലും ചരലും ഒക്കെ അങ്ങനെ ഇട്ടിട്ടെങ്കിൽ ഈ കൂടെ വണ്ടിയിൽ പോകാൻ തന്നെ ഇഷ്ടമല്ല. അങ്ങനെ നമ്മളിങ്ങനെ കുടു പറഞ്ഞിട്ട് ഈ കൂടെ പോവാം. അങ്ങനെ പാലൊക്കെ വാങ്ങിക്കൊണ്ടതിന് ശേഷം എനിക്കും പായസം ഇളക്കാനുള്ള ഡ്യൂട്ടിയാണ് കിട്ടിയത്. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഇത് കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ഇളക്കി കാരണം ആ പായസം കുറുകണം, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ ഇട്ട് കുടിക്കാൻ പറ്റില്ല, നമുക്ക് ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇലയിൽ കുടിക്കണമെങ്കിൽ നല്ലോണം കുറുകി വരണമല്ലോ പായസം. അപ്പോൾ ഞാനും കിങ്ങിനും കുറേ നേരം അത് ഇളക്കിക്കൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ചോറുണ്ണായിരുന്നു. ചോറിന് സ്പെഷ്യൽ ഇന്ന് മാങ്ങാക്കറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ വറുത്തപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ തീരെ വിശക്കുണ്ടായിരുന്നില്ല. എന്താവോ സദ്യ ആണെങ്കിലും എനിക്ക് കുറേ വിശന്നാലും ഇങ്ങനെ നമുക്ക് കുറേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ചേ വിശന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര വഴുകി പോവുക. അത് കട്ടയായിട്ട് കുറുകിയിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടി ഈസിയാവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ ദൈവമേ വയറ് ഫുള്ളായില്ലേ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടറിയോ. അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് കമ്പനിപ്പടി പോവാണ്. അവിടെ മിത്രേശിൻ്റെ ഉണ്ണി വന്നിട്ടുണ്ട്, അതിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കാറിലാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അതിൻ്റെ ഉള്ളിൽ AC ഇട്ടിട്ട് ഇരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ചൂടെടുത്തിട്ട് പുറത്തിറങ്ങാൻ പറ്റണ്ടേ. എന്നിട്ട് ഞങ്ങൾ ഉണ്ണിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു മുടി വെട്ടണോ വേണ്ടേ എന്നാട്ടോ ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഈ വണ്ടൂരുള്ള ഈ ബബ്ലി എന്ന് പറഞ്ഞ ഷോപ്പിൽ ഇതിൽ കയറിയപ്പോൾ ഇതൊക്കെ എനിക്ക് വാങ്ങാനാണ് തോന്നിയത് കേട്ടോ. 23 വയസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആരായാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് വേണം തോന്നുമല്ലോ. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ 2 പേർക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. മേലെ ഇതുപോലെ ക്ലോത്തിങ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു, താഴെയായിരുന്നു ടോയ്സും കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ ഈ ബോർഡ് ഗെയിംസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് വാങ്ങാൻ തോന്നി. പാരൻസിനൊക്കെ സമ്മതിക്കണം, ഒരു കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങുമ്പോഴേക്കും ബാങ്ക് ബാലൻസ് കാലിയാവുന്നു, അതിൻ്റെയൊക്കെ വില കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇവരുടെ കൂടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇതാണ് മിത്രേച്ചീൻ്റെയാണ് കേട്ടോ ഉണ്ണി. ഞാനാണെങ്കിൽ ഇങ്ങനെ ഫോണും കൊണ്ട് ചെല്ലുന്ന സമയത്ത് കുറേ പേർക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കണത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ എൻ്റെ മുഖം മാത്രം കാണുന്നതുകൊണ്ട് നിങ്ങൾ വരുമെന്ന് വിചാരിക്കരുത്. ഇവർക്കാർക്കും വീഡിയോസിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ മുഖമല്ലേ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ വിഷു കലാപരിപാടിയിലേക്ക് കടന്നു. പടക്കം പൊട്ടിക്കലും പൂത്തിരി പൊട്ടിക്കലൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ മേമയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്, അവർ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് അവിടെ പോയി. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ.